പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ ഫുൾ വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഇപ്പം സമയം 7 മണി ആയിട്ടുണ്ട്. അവരൊന്നും എണിച്ചിട്ടില്ലാട്ടോ. നമ്മൾ രാവിലെ തന്നെ നമ്മളൊരു 10 മണിക്ക് നമുക്ക് സ്ഥലം വരെ പോവാം. അപ്പം എണിച്ചിട്ടുണ്ട്. മുടി വെട്ടിയതൊക്കെ കാണിച്ചു കൊടുക്ക്. അപ്പം നമുക്കിന്നൊരു കെട്ടുന്നറിയുണ്ട് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ, അതായത് ചേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പിള്ളേരും അവിടുത്തെ ചേട്ടൻ മലയ്ക്ക് പോവാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് അവിടെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോകും. കുറച്ച് ആദ്യമായിട്ട് പോണതുകൊണ്ട് ചെറിയൊരു പരിപാടി പോലെയാണ് വച്ചേക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം അനിയത്തി വന്നു, ഇന്നലെ വന്നു. പിന്നെ അച്ഛൻ വൈകുന്നേരം വരും. അമ്മ വന്നില്ല കേട്ടോ. അമ്മയും ചേച്ചിയൊന്നും വന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ പോകുന്നതും ബാക്കി കാര്യങ്ങളും കെട്ടുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വ്ലോഗിൽ. അപ്പോൾ നമുക്ക് നേരെ വ്ലോഗിലേക്ക് പോകാം. എനിക്കൊന്നില്ല, എനിക്കോ രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ട് കേട്ടോ പുറത്ത്, കണ്ടോ? അല്ലെങ്കിൽ വൃശ്ചിക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞാണല്ലോ. അവിടെ നിന്ന് എനിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കാട്ടോ രണ്ടെണ്ണം. പിന്നെ ഞാൻ നേരെ പോയിട്ട് ചായക്ക് വെള്ളം വെച്ചു. പിന്നെ കുറച്ച് ചോറ് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് തിളപ്പിച്ച് വറക്കാനായിട്ട് വെച്ചേക്കാണ്. രാവിലെ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഒന്നും ഉണ്ടാക്കണില്ല. കാരണം ഉണ്ടാക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ സമയം വൈകും. നമുക്ക് നേരിട്ട് തൊടുപുഴയ്ക്കുള്ള ബസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചാണ്. 10 മണിക്കാകുമ്പോഴേക്കും 10-10:15 ഒരു ബസ് ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ രാവിലെ ഒന്നും ഉണ്ടാക്കല്ല. അതിന് മുന്നേ എല്ലാവർക്കും കുളിച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കണം. അതുകൊണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും രാവിലെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ 2-3 അലക്കാനുണ്ട്. 2-3 അത് അലക്കി കഴിയുമ്പോൾ പിന്നെ ചായയൊക്കെ കുടിച്ച് നമ്മൾ പോകാനുള്ളത് റെഡിയാവും. അങ്ങനെ നേരെ പോയിട്ട് ബാക്കിലൊന്നൊക്കെ അടിച്ചു വാരി. പിന്നെ ഞാൻ മുറ്റൊന്ന് ബാക്ക് മാത്രം ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചിട്ട്. അവിടെ ആയിട്ട് ശരിക്കും ഇതുള്ളത് കരടുള്ളത്. അപ്പോൾ അവിടെ അടിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു, അതും അലക്കിയിട്ടു കേട്ടോ. അപ്പോഴേക്ക് അവൾ എണിച്ച് വന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി പല്ല് തേച്ചു. ഞാനും കൊച്ചും കൂടി പോയി പല്ലൊക്കെ തേച്ചു. അപ്പോൾ അമ്മയും അവനവിടെ ഇരുന്ന് ചെടിയുടെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. പിന്നെ നമ്മുടെ ആമ്പൽ വിരിഞ്ഞതൊക്കെ പറയായിരുന്നു കേട്ടോ. പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം എനിക്ക് പോണ സമയത്ത് ധൃതി അടിച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം നമ്മൾ പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കുളിക്കണം, റെഡിയാവണം. ചായ കുടിക്കണം, പോകണം. ചായ ഞാൻ അടക്കി വെച്ചേക്കും. എന്നിട്ട് പോകണം. ഞങ്ങൾ ഇപ്പോൾ ഉള്ള വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുക്കാനുള്ള കേട്ടോ. കാരണം നമുക്ക് സമയം കുറവാണ്. പിന്നെ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സമയം പോകാം. അപ്പം നമ്മൾ ഇനി കുളിക്കണം. അപ്പോൾ നമ്മൾ കുളിച്ച് റെഡി ആയിട്ടുള്ള വീഡിയോസായിട്ട് അത് മുതൽ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. പിന്നെ ഞങ്ങളെല്ലാവരും പോയിട്ട് കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങാൻ പോവാട്ടോ. ബസ്സിനാട്ടോ പോണത്. ചേട്ടൻ ബൈക്കിന് വരും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ബസ്സിനാട്ടോ പോണത്. ഒരു ഹായ് പറയും അമ്മച്ചി. ഞങ്ങൾ കെട്ടുന്നറക്കി പോവാണ്. ചേച്ചിമാരെ കാണാൻ പോവാണ്. ചേച്ചിമാരെ കെട്ടുന്നറക്കി പോവാണ്. അങ്ങനെ ചേട്ടൻ പോകാനായിട്ട് ഇറങ്ങി. ഞങ്ങൾക്കും ബസ് കിട്ടി കേട്ടോ. തൊടുപുഴയ്ക്കല്ല, മൂവാറ്റുപുഴയ്ക്കുള്ള ബസ് കിട്ടിയ. എന്നിട്ട് അവിടെ നിന്ന് തൊടുപുഴ ബസ് കയറും. ബസ്സൊക്കെ പെട്ടെന്ന് കിട്ടി. ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അതേ നമ്മൾ തൊടുപുഴയിലെത്തി കേട്ടോ. വീട്ടിലെത്തി. ഞങ്ങൾ എത്തിയിട്ട് കുറച്ച് നേരമായല്ലോ. എത്തി, ഡ്രസ്സൊക്കെ മാറി. ഹായ് പറഞ്ഞേ എന്നപ്പാ ഡി. പിന്നെ ചേച്ചി ഞങ്ങൾക്ക് വെള്ളം തന്നുട്ടാ. പിന്നെ ചേട്ടനും അമ്മയൊക്കെ അവിടെ തിരുന്ന് വർത്താനം പറയാം. ഞങ്ങളെത്തിയപ്പോൾ ഏകദേശം ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടാണ്. ഇതാണ് ചേച്ചിയുടെ ഒക്കെ റൂം. ഏകദേശം ഒന്ന് ഓടിച്ച് വേഗം ഒന്ന് കാണിച്ചു തരാം. ഇത് വന്ന് കയറുമ്പോഴുള്ള വിസിറ്റിംഗ് റൂം. ഇത് ഡൈനിങ് ഏരിയ. ഇത് അടുക്കള. 2 അടുക്കളയുണ്ട്. ഇത് സെക്കൻഡ് അടുക്കള. ഇത് വർക്ക് ഏരിയ. ബാക്കിൽ വിറകൊക്കെ വെച്ചിട്ടുണ്ട്. ഇതോ നിൽക്കുന്നതാണ് നാത്തൂൻ. ഇതാണ് നാത്തൂൻ്റെ 2 പ്രൊഡക്ട്സ്. ആരെ കാണാനാ? ഇവിടെ കാണിച്ചടി, കത്ത മാറ്റിയടി ചെറുതായിട്ട് നൈസായിട്ട്.
കണ്ടാ സന്ധ്യ ആയിട്ടോ, ഞങ്ങൾ നേരം വരെയുള്ള വ്ലോഗൊന്നും തന്നെ എടുത്തിട്ടില്ല. വെച്ചാൽ ഞങ്ങൾ ഓരോരോ തിരക്കിലായതുകൊണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല. പിന്നെ വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഭജനയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇവർ കെട്ട് നിറച്ച് പോകുന്നത് എത്തി നോക്കുന്ന ഒരാൾ കെട്ട് നിറച്ച് പോകുന്നത് ഇപ്പം അല്ല, കെട്ട് നിറച്ച് പോകുന്നത് അവർ കെട്ട് നിറച്ച് പോകുന്നത് 4 മണിക്കാട്ടോ. അത് ഞാൻ എത്തി നോക്കണം. അത് നീ എത്തി നോക്കുന്നല്ല, ഒരാൾ എത്തി നോക്കണം. അപ്പോൾ ഞാൻ പറയാം അവർ കെട്ട് നിറച്ച് പോകുന്നത് 4 മണിക്കാണ്. എന്നെ ട്രോളാൻ പോകും. ഇപ്പോൾ ഇവിടെ ആരും വന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ വരും, അച്ഛൻ വരണുള്ളൂ. പിന്നെ വീട്ടിലത്തെ അച്ഛൻ വരും, അതായത് ചേട്ടായുടെ അച്ഛൻ വരും. അച്ഛൻ രാവിലെ വന്നില്ല, അച്ഛന് ജോലി ഉണ്ടായതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് പോയി കാരണം ഞങ്ങൾ രാവിലെ പോകുന്നു. ഇനിയിപ്പോൾ ഇവിടുത്തെ അമ്മയുടെയൊക്കെ ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങണുള്ളൂ. പിന്നെ എന്തോന്നാ ചേട്ടായും ചേട്ടനൊക്കെ കൂടി അതായത് ഇവരുടെ ചേട്ടനൊക്കെ കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്ത് പോയേക്കാണ്. പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം കുളിക്കണം, ഗൈസ് കുളിക്കണം, കുളിക്കണം 4 മണിക്ക് പിന്നെയും കുളിക്കണം. കുളി തന്നെ കുളി ഒന്ന് വീതം 3 നേരം എന്താണെന്നറിയില്ല. മലയ്ക്ക് പോകുന്ന സമയവും നമ്മൾ കെട്ടുനിറക്കിനൊക്കെ സമയം ആ ഒരു സമയവും പ്രത്യേക ഒരു ഇതല്ലേ ഫീലിങ്ങായി. ഞങ്ങളുടെ മക്കളിൽ നിന്ന് അങ്ങനെ മലയ്ക്ക് പോവാണ്. അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ ഇടാട്ടോ, കെട്ട് നിറയ്ക്കണതും കാര്യങ്ങളൊക്കെ. അതുസിന് എന്തെങ്കിലും മലയ്ക്ക് പോയ ഓർമ്മകളുണ്ടോ? ഒന്നും ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. രാവിലെ മലയ്ക്ക് പോയത് 8 വയസ്സുള്ളപ്പോഴാട്ടോ. എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ മലയ്ക്ക് പോയത്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് 8 വയസ്സായിട്ടില്ല. എന്നെ ഒരു വർഷം നേരത്തെയാണോ വൈകിയാണോ അങ്ങനെ എന്തോ ഒരു ഇതിൽ ചേർത്തത്. അപ്പോൾ ഞാൻ 8 പഠിക്കുമ്പോഴാണ് പോയത് കേട്ടോ. എനിക്ക് ഭയങ്കര വിശ്വാസം അയ്യപ്പൻ്റെ കാര്യത്തിൽ. അത് ഞാനൊരു കാര്യം പറയട്ടോ. അതായത് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു, ചെറിയൊരു ശ്വാസം മുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്കൂളിലൊക്കെ പോകാനായിട്ട് ഭയങ്കര പകുതി ദിവസങ്ങളൊന്നും പോകാൻ പറ്റാറില്ല. ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റാറില്ല. ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അന്നേരം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചപ്പോഴൊന്നും മാറണുണ്ടായില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ മാല ഇട്ടത്. അപ്പോൾ എന്നോട് ഇങ്ങനെ അച്ഛൻ്റെ അമ്മയൊക്കെ പറഞ്ഞു, ഇങ്ങനെ മലയ്ക്ക് പോകുമ്പോൾ അയ്യപ്പനോട് ശരിക്കും പ്രാർത്ഥിച്ചാൽ മതി മാറിക്കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ മലയ്ക്ക് പോകുമ്പോഴൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അച്ഛനെ എടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെയൊക്കെ പോയി ഒറ്റയ്ക്ക് ഞാൻ അച്ഛനോട് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി അങ്ങനെ പോയി അയ്യപ്പനെ കണ്ടു വന്നപ്പോൾ പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ, ശ്വാസം മുട്ട് ഉണ്ടായിട്ടില്ല. ചെറിയ പനി പോലും ഇങ്ങനെ വരാറില്ല. അതെനിക്ക് ഭയങ്കര വിശ്വാസമാണ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയി ഭജനയ്ക്കുള്ള ആൾക്കാർ ഒന്ന് അവർ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഒരു 9 മണി കഴിഞ്ഞപ്പോൾ ഭജന തീർന്നു. പിന്നെ നേരെ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങി. ഫുഡൊക്കെ അവരൊക്കെ കഴിച്ച് സ്വാമിമാരെല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു. സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു, സാമ്പാറും ചോറൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ വെളുപ്പിനാട്ടോ കെട്ട് നിറയ്ക്കുണ്ടായിരുന്നു. ഒരു 4 മണി കഴിഞ്ഞപ്പോൾ കെട്ട് നിറ തുടങ്ങി. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കെട്ട് നിറയ്ക്കിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 7 മണിക്ക് എട്ടാട്ടോ അവർ പോയത്. 7 മണിയായി പോയപ്പോൾ. പോയ സമയത്ത് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം അന്നേരം എനിക്ക് കരച്ചിലായിരുന്നെങ്കിൽ പിള്ളേർ പോകുന്നുണ്ട് ഭയങ്കര സങ്കടമായി, അതൊന്നും എടുത്തില്ല. സത്യം പറഞ്ഞ് ഈ വീഡിയോ ഇടാൻ തന്നെ ഒരുപാട് വൈകിട്ട്. ഞാൻ ഷോർട്സ് ഇട്ട് കഴിഞ്ഞ് എനിക്കൊന്ന് 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. തിരക്കായിപ്പോയി. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ അവർ 7 മണിയായപ്പോൾ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ടേക്ക് പോന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ലവ് യു.